ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ CMF ഫോൺ 2 Pro കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫോണിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറയാം, ഈ ഫോൺ എനിക്ക് അയച്ചത് നത്തിങ് ഇന്ത്യയാണ്, അവരുടെ കമ്മ്യൂണിറ്റി റിവ്യൂ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ തരുന്ന ഇംപ്രഷൻസും വ്യൂസും ഒക്കെ എൻ്റേത് തന്നെയാണ്. നത്തിങ്ങിന് ഒരു ഇൻഫ്ലുവൻസ് ഈ വീഡിയോയിലില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബോക്സ് കണ്ടന്റ് നോക്കാം. ബോക്സ് കണ്ടന്റിൽ ഇത്തവണ നല്ലൊരു കാര്യം വന്നതെന്ന് വെച്ചാൽ നമുക്ക് ചാർജർ ബോക്സ് കിട്ടുന്നുണ്ട്. 33 വാട്ടിൻ്റെ ചാർജർ ബോക്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസും കിട്ടുന്നുണ്ട്. മുമ്പത്തെ നത്തിങ് ഫോണിൽ നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതൊരു നല്ല മൂവ് തന്നെയാണ്. പിന്നെ ബോക്സിൽ നിന്ന് ഫോൺ പുറത്തെടുത്തുള്ള ഇൻഹാൻഡ് ഫീല്, ഫോം ഫാക്ടർ, അതൊക്കെ എങ്ങനെയുണ്ട്, അത് അടിപൊളിയാണ്. ഇത്തവണ അവർ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നത്തിങ് ഫോൺ 3യും CMF ഫോൺ 1 വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് നല്ലപോലെ കുറച്ചിട്ടുണ്ട്. 185 ഗ്രാമേ ഈ ഫോണിൻ്റെ വെയിറ്റ് ഉള്ളൂ. അപ്പോഴത് നല്ലൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഓൺ ഹാൻഡ് യൂസിലും ഇൻ ഹാൻഡ് ഫീലിലും ഡേ ടു ഡേ യൂസിന് നല്ലപോലെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ CMF അല്ലെങ്കിൽ നത്തിങ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതില്ലേ, യുണീക്നെസ് ഡിസൈനിൽ കൊണ്ട് അത് ഇവിടെയുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഓറഞ്ച് കളറാണ്. ഇതിൽ ഒരു ഡ്യുവൽ മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റാലിക് ക്യാമറ റിങ്സ് ആണ് വരുന്നത്. ബാക്ക് പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ, ഫ്രെയിമും പ്ലാസ്റ്റിക് തന്നെയാണ്. അപ്പോഴാ ഒരു യുണീക്നെസ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വെയിറ്റ് കുറച്ചുകൊണ്ട് തന്നെ ഇൻഹാൻഡ് ഫീൽ അടിപൊളിയായിട്ടുണ്ട്. വേറൊരു ഫാക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ്സ് ഒക്കെ കറൗഡാണ്. ഇപ്പോൾ അപ്പോഴേ ആ ഒരു സംഭവം ഉണ്ട്. ഇനി അടുത്തതിൻ്റെ ഡിസ്പ്ലേയിൽ 6.77 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് വരുന്നത്. ഓക്കെ, നത്തിങ് ഫോൺ 3A യൂസ് ചെയ്തിരിക്കുന്ന സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. 1300 nits ആണ് HBM ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ ഔട്ട്ഡോറൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല ബ്രൈറ്റാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ സാധാരണ നമ്മൾ കണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോഴൊക്കെ ഡിസ്പ്ലേയിലെ കളേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. AMOLED ഡിസ്പ്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഡീപ് ബ്ലാക്സും കിട്ടില്ല, കോൺട്രാസ്റ്റും എല്ലാം ഇവിടെയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കണ്ടന്റ് കൺസെപ്ഷൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. പക്ഷേ സെറ്റിങ്സിൽ ഡീഫാൾട്ടായിട്ട് നിങ്ങൾ റിഫ്രഷ് റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ വരുന്നത് ഡൈനാമിക് എന്നൊരു ഓപ്ഷനാണ്. അതിൻ്റെ സീനെന്ന് വെച്ചാൽ ചില ആപ്സൊക്കെ 90 ഹെർട്സിലായിരിക്കും വർക്കാവുന്നത്. മനസ്സിലായോ? അത് മാറ്റി നമ്മൾ ഹൈയിലാക്കുമ്പോൾ എല്ലാ ആപ്പും 120 ഹെർട്സിൽ വർക്കാവും. ആ 90 FPS വർക്കാവുന്നത് അതൊരു വലിയ ഡീൽ ബ്രേക്കർ അല്ല, എങ്കിലും ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ PWM എന്ന് വെച്ചാൽ നമ്മൾ ഐസിനെ അഫക്റ്റ് ചെയ്യാതിരിക്കുന്ന ആ ഒരു വാല്യൂ ഇല്ലേ, അത് 2160 ഹെർട്സ് ആണ്. അപ്പോഴത് സോർട്ടഡ് ആണ്. ഡിസ്പ്ലേയിൽ തന്നെ സെക്യൂരിറ്റിക്ക് നമുക്ക് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത് ഫാസ്റ്റ് ആൻഡ് റിലയബിൾ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അടിപൊളിയാണ്. അപ്പോൾ ഈ ഫോൺ 120,000 ആണ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഞാൻ പറയും വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഹാപ്റ്റിക്സ് എന്ന് ഞാൻ പറയും. ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഇല്ല, അത് അടിപൊളിയാണ്. നല്ല ടൈറ്റും പ്രിസൈസ് ആയിട്ടുള്ള മോട്ടറാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ചില സ്ഥലത്തൊക്കെ അവർ ഇൻറ്റഗ്രേറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയറിൽ. അപ്പോഴും അടിപൊളിയാണ്. സോഫ്റ്റ്വെയറിൽ ഇൻറ്റഗ്രേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം, പക്ഷേ ഹാപ്റ്റിക് മോട്ടർ വൈസും എനിക്ക് നല്ല ഹാപ്പിയാണ്. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സിംഗിൾ സ്പീക്കറാണ്, ഒറ്റ സ്പീക്കറേ ഉള്ളൂ. അപ്പോൾ അത് ഗുഡ് എനഫ് ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുത്. നത്തിങ് ഫോൺ 1 CMF ഫോൺ 1 വെച്ച് നോക്കുമ്പോൾ സ്പീക്കേഴ്സ് കുറച്ചുകൂടെ ക്ലീനറായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വയ്ക്കരുത്. ഗുഡ് എനഫ് സ്പീക്കറാണ്, അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമില്ല. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, Dimensity 7300 Pro ചിപ്സെറ്റാണ് വരുന്നത്. 7300ഉം 7300 Pro തമ്മിൽ വലിയ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇല്ല. ചെറിയൊരു അപ്ഗ്രേഡ് വെർഷനാണ് 7300 Pro. നമുക്ക് അറൗണ്ട് 7 lakhൻ്റെ ഒരു അണ്ടർഡോ സ്കോർ വരുന്നുണ്ട്. ഗിഗ്ബെഞ്ച് സ്കോർ എന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള ടാസ്ക്, ആപ്പ് ഓപ്പണിങ്, ക്ലോസിങ്, മൾട്ടി ടാസ്കിങ്, അതൊക്കെ ഇത് നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യും. UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്. LPDDR4X റാമുമാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഗെയിമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ BGMI നമുക്ക് സ്മൂത്ത് 120 FPS കിട്ടുന്നുണ്ട്. പക്ഷേ 120 FPS എന്ന് പറഞ്ഞ് നിങ്ങൾ ചാടി വീഴരുത്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ആദ്യത്തെ കുറച്ച് സെഷൻസ് കളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ 120 FPS വരുന്നുണ്ട്. അപ്പോൾ സ്മൂത്ത് പ്ലസ് 90 ആയിരിക്കും ഈ ചിപ്സെറ്റിനെ സംബന്ധിച്ച് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാഷ്വൽ ഗെയിമിംഗ് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. സാധാ പെർഫോമൻസിന് നല്ലതാണ്. ഓക്കെ, ഈ ചിപ്സെറ്റ് ചോയ്സ് നല്ലതാണോ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് ചോദിച്ചാൽ ഈ ഫോൺ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചിപ്സെറ്റ് ചോയ്സ് ഓക്കെ എന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും എനിക്കില്ല. ഓക്കെ, പിന്നെ വലിയ ഹീറ്റിങ്ങും കാര്യങ്ങളും ഞാൻ ഫേസ് ചെയ്യില്ല. എന്നുവെച്ചാൽ വെറുതെ ഇരുന്ന് ഹീറ്റാവുന്ന, നോർമൽ യൂസിൽ ഹീറ്റാവുന്ന പരിപാടിയോ അങ്ങനെയൊന്നുമില്ല. നല്ലത് തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ ഫോൺ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ. അത് മെയിൻലി ഇതിൻ്റെ ക്യാമറയാണ്. ക്യാമറയിൽ നമുക്ക് 2x ടെലിഫോട്ടോ ക്യാമറ വരുന്നു. അതൊരു ഭയങ്കര പ്ലസ് പോയിൻ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിനെ സംബന്ധിച്ച്. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 50 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ്, 50 MB 2x ടെലിഫോട്ടോയാണ് വരുന്നത്. സെൻസർ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ 16 MP ഒരു സെൽഫി ക്യാമറയും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാമറ സെറ്റപ്പ് ഭയങ്കര വെർസറ്റൈലാണ് ഈ പ്രൈസിനെ സംബന്ധിച്ച്. ഇനി ഇതിൻ്റെ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ
നല്ല ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. ഈ പ്രൈസിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ലെവലും HDR ഒക്കെ വരുന്നുണ്ട്. HDR ഹൈലൈറ്റ് ഷാഡോ പ്രോസസ്സിംഗ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ക്യാമറയിൽ OIS ഇല്ല, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. അപ്പോൾ ഇത് മെയിൻലി അഫക്റ്റ് ആവുന്നത് നൈറ്റിലാണ്. എന്ന് വെച്ചാൽ നൈറ്റിൽ നല്ല വെട്ടമൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്താൽ വലിയ സീനില്ല. പക്ഷേ ചിലപ്പോൾ ഒക്കെ വരുമല്ലോ വെട്ടം കുറവുള്ളപ്പോൾ 2-3 സെക്കൻഡൊക്കെ ഫോൺ ഹോൾഡ് ചെയ്ത് ഫോട്ടോ എടുക്കേണ്ട ആ ഒരു പരിപാടി. അപ്പോൾ ഇതിൻ്റെ OIS ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇച്ചിരി ബ്ലറി പിക്സ് ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ OIS ഇല്ലാത്ത അഫക്റ്റ് ആവുന്നുണ്ട്. ബാക്കി സിറ്റുവേഷനിൽ അത്ര സീനില്ല, മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ 2x പോർട്രേറ്റ് ഷോട്ട്സൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഹ്യൂമൻ ഷോട്ട്സിൽ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നുണ്ട്. നൈറ്റ് ഷോട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, നല്ല ലൈറ്റുള്ള സിറ്റുവേഷനിലുള്ള നൈറ്റ് ഫോട്ടോ ആണെങ്കിൽ നല്ല രീതിക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ ബ്ലറി പിക്ക് വരാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. സൂം ലെൻസ് 2x സൂം ലെൻസ് ഉണ്ട്, അത് ഒരു 6x വരെയൊക്കെ നല്ല റിസൾട്ടാണ് വരുന്നത്. 10x വരുമ്പോൾ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഡിജിറ്റൽ സൂമാണ് 20x വരെ നിങ്ങൾക്ക് ഡിജിറ്റൽ സൂം ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ അൾട്രാ വൈഡ് ഭയങ്കര ശോകമാണ്, മനസ്സിലാവും, വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നത്. സെൽഫി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു, സ്കിൻ ടോണും കാര്യങ്ങളും ഡീറ്റെയിൽസും ഈ പ്രൈസിനെ സംബന്ധിച്ച് ഗുഡ് എനഫ് ആയിട്ട് തോന്നി. പിന്നെ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. 4K 30 ആണ് നമുക്ക് മെയിൻ ക്യാമറയിൽ വരുന്നത്. അതിൻ്റെ റിസൾട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. എന്നുവെച്ചാൽ സ്റ്റെബിലൈസേഷൻ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ സ്റ്റെബിലൈസേഷനും എക്സ്പോഷറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട്. സെൽഫിയിൽ 1080p 30 വരുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടും എനിക്ക് ഓക്കെ ഡീസൻ്റ് ആയിട്ട് തോന്നി. അങ്ങനെ ഭയങ്കര കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ക്യാമറയിൽ മറ്റേ നത്തിങ് ഫോൺ 3S സീരീസിലുള്ള ലെറ്റ്സ് എന്നൊരു ഫീച്ചറില്ലേ, അത് ഇതിലും വരുന്നുണ്ട്, മനസ്സിലായോ? എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ രീതിക്കുള്ള ഒരു വൈബ് ഫോട്ടോസിന് കൊടുക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. ഇത് ക്യാമറയെ പറ്റിയുള്ള എൻ്റെ ഇനിഷ്യൽ ഇംപ്രഷൻസ് ആണ്. കൂടുതൽ കാര്യങ്ങൾ റിവ്യൂവിൽ പറയാം. നത്തിങ് ഫോൺസിൻ്റെ ഇനി ബാക്കി നത്തിങ് ഫോൺസ് അല്ലെങ്കിൽ CMF ഫോൺസിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. ഇതിൽ വരുന്ന നത്തിങ് OS 3.2 ആണ്, ബേസ്ഡ് ഓൺ Android 15. നമുക്ക് 3 വർഷത്തെ OS അപ്ഡേറ്റ് കിട്ടും, 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. നത്തിങ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ്. എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് സോഫ്റ്റ്വെയർ ആണ് ആൻഡ്രോയിഡിലുള്ളത്. എന്ന് വെച്ചാൽ ബ്ലോട്ട്വെയർസോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്ട്രാപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്ലീൻ ആണ്, നല്ല മിനിമൽ ലുക്കാണ്. പിന്നെ ഇവിടെ മോണോക്രോം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് ഇവരുടെ ഒരു വിഡ്ജറ്റ്, ആ സംഭവമാണ്. ഹോം സ്ക്രീനിൽ നമുക്ക് മൊബൈൽ ഡാറ്റയ്ക്കും വൈഫൈക്കും ഒക്കെ വിഡ്ജറ്റ് വയ്ക്കാൻ പറ്റുന്ന അത് നല്ലൊരു സംഭവം. പിന്നെ ആപ്പ് ഓപ്പണിങ് അനിമേഷനും കാര്യങ്ങളും എല്ലാം നല്ലതാണ് കേട്ടോ. അണ്ടർ 20,000 എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെക്കാളും ബെറ്റർ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. ഇവർ ഇത്തവണ പ്രൈവറ്റ് സ്പേസ് എന്നൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളേതായിട്ടുള്ള കുറച്ച് ആപ്സും കാര്യങ്ങളും അങ്ങനെ ആ രീതിക്ക് നമുക്കൊരു പ്രൈവറ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതും ഒരു നൈസ് സംഭവമായിട്ട് തോന്നി. പിന്നെ കോൾ ക്വാളിറ്റി, നെറ്റ്വർക്ക് റിസപ്ഷൻ, ആ കാര്യങ്ങളൊക്കെ അടിപൊളി വരുന്നു. 5G കണക്ടിവിറ്റി ഒക്കെ നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ പോലെ തന്നെ എനിക്ക് നത്തിങ്ങിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവരുടെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ആണ്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പക്ഷേ നല്ലപോലെ നത്തിങ് ബാക്കി ഇവരുടെ ഫോണുകൾ പോലെ തന്നെ നല്ല ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒണ്ടേൽ ഈ ഫോൺ കില്ല് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് കിടിലൻ ബാറ്ററി ബാക്കപ്പാണ് തരുന്നത്. പിന്നെ 33 വാട്ട് ചാർജർ അറിയില്ല, ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അത് വെച്ച് ഒരു അറൗണ്ട് 75 മിനിറ്റ്സിൽ നമുക്ക് ഫുൾ ചാർജ് ആയി കിട്ടും. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് സോർട്ടഡാണ്. ഇനി കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഓവറോൾ ഈ ഫോൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഓവറോൾ ഒരു ബാലൻസ്ഡ് ഫോൺ അണ്ടർ 20,000 നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണിത്. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസിങ് വരുന്നത് അണ്ടർ 20,000 ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൈസിങ്ങും വേരിയൻസിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് കമൻറ്റായിട്ട് ആഡ് ചെയ്യാം. ഇത് നോക്കണം, നല്ല കിട്ടുന്ന സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് സോർട്ടഡാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്, ഗുഡ് എനഫ് പെർഫോമൻസ് ആണ്, സൂം ലെൻസ് വരുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ ഓവറോൾ ആ ഒരു രീതിക്ക് നോക്കുവാണെങ്കിൽ ഇത് നല്ല ഫോണാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.